ഹായ് ഗേസ്, അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവനായിട്ട് ഇപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ആസിഫ് അലിയെ, നമ്മുടെ അതുല്യ കലാകാരനായ ആസിഫ് അലിയെ പൊതുവേദിയിൽ അധിക്ഷേപിച്ചു, അപമാനിച്ചു, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കളിയാക്കി. അതിന്റെ വീഡിയോകളാണ് ട്രോളുകളായിട്ടും റിയാക്ഷൻ വീഡിയോകളായിട്ടും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് രമേശ് നാരായണൻ എന്ന് പറഞ്ഞ ആളോടല്ല. എനിക്ക് ആദ്യമേ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ കോർഡിനേഷൻ കമ്മിറ്റി ഇത്രയും വലിയ ഒരു പരിപാടി, ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇതുപോലെ പ്രമുഖരായിട്ടുള്ള നമ്മുടെ മമ്മൂക്ക ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ച് ഇതുപോലൊരു പരിപാടി നിങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ആദ്യം പ്രാപ്തരാകുക. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട്, നാട്ടിൻ പുറത്ത് ഇപ്പോൾ ഓണക്കാലമൊക്കെയാണ് വരുന്നത്, അപ്പോൾ ഇറങ്ങിയിട്ട് നാട്ടിൻ പുറത്ത് ക്ലബ്ബുകളുണ്ട്, ചെറിയ ചെറിയ ക്ലബ്ബുകൾ, കുട്ടികൾ നടത്തുന്ന ക്ലബ്ബുകൾ. അപ്പൊ അവർ ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഈ ഓണക്കളി മത്സരങ്ങൾ, കലന്തല്ലി പൊട്ടിക്കല്, വടംവലി, അങ്ങനെ പല പല മത്സരങ്ങൾ നടത്താറുണ്ട്. അപ്പൊ അവരോടൊക്കെ ചോദിക്കുക, നിങ്ങൾ എങ്ങനെയാണ് ഈ പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നത് എന്ന് ചോദിക്കുക. എന്നിട്ട് അവരോടെങ്കിലും ചോദിച്ച് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു പരിപാടി നിങ്ങൾ നടത്തിയിട്ട് അതിന്റെ ആങ്കറിന് പോലും അറിയാൻ പാടില്ല ഇവിടെ വരുന്ന ആളുകളുടെ പേരെന്താണ്, അത് ആരാണ് വരുന്നത്, ആരാണ്, അവരെ ആരെയൊക്കെ സ്റ്റേജിലേക്ക് വിളിക്കണം, ആർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ മൊമെന്റോ കൊടുക്കണം, ഇതൊന്നും നിങ്ങൾക്ക് ഈ ആങ്കറിന് പോലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആങ്കറിന്റെ രീതിയിലുള്ളൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. നൈസായിട്ട് പുള്ളിക്കാരിയുടെ, അതായത് ജുവൽ മേരി, പുള്ളിക്കാരിയുടെ അവസ്ഥകളും കാര്യങ്ങളും പറഞ്ഞു. നൈസായിട്ട് പുള്ളിക്കാരി കൈയൊഴിഞ്ഞു. അപമാനിക്കപ്പെട്ടത് നമ്മുടെ പ്രിയങ്കരനായ ആസിഫ് അലി തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഈ രമേശ് നാരായണൻ എന്ന് പറയുന്നത് ഈ പുള്ളിനെ ടെലിവിഷൻ ചാനലിലൊക്കെ സംഗീത പരിപാടിക്ക് ജഡ്ജസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പൊ ഒരു വോട്ടെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ആസിഫ് അലിയെയും ഈ പറഞ്ഞ രമേശ് നാരായണൻ എന്ന് പറയുന്ന പുള്ളിയെയും നിർത്തി ഒരു വോട്ടെടുപ്പ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ആരായിരിക്കും അല്ലെങ്കിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുക എന്നുള്ളത്. അപ്പോ അത്രയും പോലും രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തിനെ കേരളത്തിലുള്ള ആളുകൾ അറിയില്ല. അദ്ദേഹം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും ചെറ്റത്തരം കാണിച്ച അല്ലെങ്കിൽ ഇത്രയും അല്പത്തരം കാണിച്ച അയാളെ നമ്മൾ അദ്ദേഹം എന്നോ സാറോ ഒന്നും വിളിക്കേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് അന്നും ഇന്നും നമുക്ക് ഇപ്പോഴും പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ പ്രിയങ്കരനായത് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം കൂടെ നിൽക്കുന്നത് നമ്മുടെ ആസിഫ് അലിയുടെ കൂടെ തന്നെയാണ്. അദ്ദേഹം ആത്മസംയമനം പാലിച്ചുകൊണ്ട്, ആസിഫ് അലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് പുഞ്ചിരിച്ചുകൊണ്ടുള്ള മുഖമാണ്. ഞാൻ പറയാം, എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറയാം. നമുക്ക് ആസിഫ് അലി, അല്ലെങ്കിൽ എനിക്ക് ആസിഫ് അലി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചിരിച്ചുകൊണ്ടുള്ള ആസിഫ് അലിയുടെ മുഖമാണ്. ആ മുഖം തന്നെയാണ് അദ്ദേഹം ആ സ്റ്റേജിലും കാണിച്ചത്. ഇയാള് വ്യക്തമായിട്ട്, ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന പുള്ളി വ്യക്തമായിട്ട്, ഞാൻ ഒരു ക്ലിപ്പുകളോ കാര്യങ്ങളോ ഇവിടെ കാണിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ്, ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ ക്ലിപ്പുകളും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഇത് സോഷ്യൽ മീഡിയയിലാണ് ഞാൻ പറയുന്നത്. ആ വീഡിയോയിൽ അല്ലെങ്കിൽ ആ സ്റ്റേജിൽ നടന്നത് വ്യക്തമായിട്ട് ഓരോ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും. ആസിഫ് അലി ചിരിച്ചുകൊണ്ട് വളരെ വിനയത്തോടു കൂടി വളഞ്ഞു നിന്നാണ് പുള്ളി ആ ഗിഫ്റ്റ് കൊടുത്തത്. ആ മൊമെന്റോ ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന പുള്ളിക്ക് കൊടുത്തത് വളരെ വളഞ്ഞു നിന്ന് വിനയാനത്തിനായിട്ട് തന്നെയാണ് കൊടുത്തത്. ഈ ആസിഫ് അലി എന്ന് പറയുന്നത് അത്ര കുറഞ്ഞ ആളൊന്നുമല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് എനിക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഈ പറയുന്ന രമേശ് നാരായണൻ എന്ന് പറയുന്ന പുള്ളിക്കും അറിയാം. പുള്ളി പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ കുടുങ്ങി, അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ഒരു ചർച്ചാ വിഷയമായി എന്ന് പറഞ്ഞപ്പോഴാണ് അയാളും ഈ പറഞ്ഞതുപോലെയുള്ള വാദങ്ങളും ന്യായീകരണങ്ങളുമായിട്ട് വന്നത്. ഞാൻ ആസിഫ് അലിയെ കണ്ടില്ല. ആസിഫ് അലി ഈ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഈ വിനയാനത്തിനായി വളഞ്ഞു നിന്ന് ഈ ഗിഫ്റ്റ് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട്, ആസിഫ് അലി അല്ലെങ്കിൽ തന്നെ പൊതുവെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, ഈ ചിരിച്ചുകൊണ്ട് ഗിഫ്റ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ മൊമെന്റ് കൊടുത്തിട്ട് അദ്ദേഹം തൊട്ടടുത്ത് തന്നെ കസേര ഇരിപ്പുണ്ടായിരുന്നു. അത് നമുക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. ഇയാളെ പറഞ്ഞ ആസിഫ് അലി അവിടുന്ന് പൊയ്ക്കളഞ്ഞു എന്നാ പറയുന്നത്. മമ്മൂട്ടി അല്ലെങ്കിൽ നമ്മുടെ മമ്മൂക്ക അവിടുന്ന് പോയി എന്നുള്ളത് പറയുന്നുണ്ട്, വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷെ ആസിഫ് അലി തൊട്ടടുത്ത് തന്നെ കസേര ഇരിപ്പുണ്ടായിരുന്നു. ഇയാള് ആസിഫ് അലിയുടെ മുഖത്തേക്ക് പോലും ഒന്നും നോക്കിയില്ല. നമുക്കൊരു കൊച്ചുകുട്ടി ഒരു മിഠായി കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആകാശത്തേക്ക് നോക്കിയിട്ടാണോ ആ മിഠായി മേടിക്കുന്നത്? അല്ല, ആ കൊച്ചുകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ടായിരിക്കും ഒരു മിഠായി പോലും നമ്മൾ മേടിക്കുന്നത്. എന്നിട്ട് ഇയാൾ പറയുന്നത് ഞാൻ ആസിഫ് അലിയെ കണ്ടില്ല, ആസിഫ് അലി പൊയ്ക്കളഞ്ഞെന്നാണ് പറയുന്നത്. പുള്ളി കണ്ടില്ലെന്നാണ് പറയുന്നത്. പുള്ളി ദൂരെ ഇരിക്കുന്ന ജയരാജനെ കണ്ടു. പുള്ളി അവിടെ നിന്ന് കണ്ടു. പുള്ളി കൈകൊട്ടി ഇങ്ങനെ വിളിക്കുകയും ചെയ്തു. പുള്ളി ഇടത്തെ കയ്യോ വലത്തെ കയ്യോ ഏതെങ്കിലും കൈ ആയിക്കോട്ടെ. എന്നിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ആസിഫ് അലിയുടെ പുറത്ത് തട്ടിയെന്ന്. തട്ടിയാരെങ്കിലും അടിച്ചായിരിക്കും. എന്നിട്ട് പുള്ളിക്ക്
ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഈ മൊമെന്റോ മേടിച്ചു എന്നുള്ളത് മാറ്റിയിട്ട് ജയരാജിന്റെ കയ്യിൽ നിന്ന് മേടിച്ചതായിട്ട് പുള്ളിക്ക് വരുത്തി തീർക്കണം. എന്നാ പിന്നെ പുള്ളിക്ക് ആസിഫ് അലിയെ കൂടെ വിളിക്കാമായിരുന്നല്ലോ. പുള്ളി പറഞ്ഞത് ഞാൻ ജയരാജിനെയും കൂടെ വിളിച്ചതാണ്, ജയരാജിനോട് സ്നേഹം കൊണ്ട് ജയരാജിനെയും കൂടെ വിളിച്ചതാണ്. എങ്കിൽ ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ഇത് മേടിക്കുന്നതിന് മുമ്പ് തന്നെ ജയരാജിനെ കൂടെ വിളിക്കണം. എന്നിട്ട് രണ്ടുപേരുടെയും കൂടെ കയ്യിൽ നിന്ന് പുള്ളി മേടിക്കണമായിരുന്നു. പുള്ളിക്ക് അത് പറ്റിയില്ല. ജനങ്ങൾ ഒന്നടങ്കം ആസിഫ് അലിയുടെ ഭാഗത്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളി വിചാരിച്ചു പുള്ളി സെലിബ്രിറ്റിയാണ്, പുള്ളി വമ്പൻ സംഭവമാണെന്ന്. പിന്നീട് അറിഞ്ഞത് കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും പുള്ളി അറിയില്ലെന്ന്. അങ്ങനെ വന്നപ്പോഴാണ് പുള്ളി നേരെ തിരിഞ്ഞത്. ആസിഫ് അലി ഞാൻ ബഹുമാനിക്കുന്നു, ആസിഫ് അലി ഭയങ്കര സംഭവമാണ്, അതാണ് ഇതാണെന്നൊക്കെ പുള്ളി പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇപ്പൊ രാവിലെ തന്നെ ഞാൻ വീഡിയോ കണ്ടു, ആങ്കർ വന്ന് ആങ്കറിന്റെ ഭാഗം അത് അങ്ങനെയായിരുന്നു, ഇത് ഇങ്ങനെയായിരുന്നു, ആസിഫ് അലി നല്ല നടനാണ്. ആസിഫ് അലി നല്ല നടനാണെന്ന് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലുള്ള ഒട്ടുമിക്ക കേരളത്തിനകത്തും പുറത്തുള്ള എല്ലാവർക്കും അറിയാം ആസിഫ് അലി നല്ല നടനാണ്. നടൻ എന്ന ആ ഒരു ഇതിൽ ഉപരി അദ്ദേഹം നല്ലൊരു വ്യക്തിയുമാണ്. ഇയാള് കാണിച്ചത് ശുദ്ധ ചട്ടത്തരമാണ്, ശുദ്ധ പോക്കൃത്തരമാണ്, ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെയും പുള്ളി ഈ വീണടുത്ത് കിടന്ന് ഉരുണ്ടിട്ട് പിന്നെ അവിടെ കിടന്ന് ചെളി കിടന്ന് വീണ്ടും ഉരുളുകയാണ്, സ്വയം നാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ഇതിന്റെ ഒന്നും ക്ലിപ്പുകളും കാര്യങ്ങളൊന്നും ഞാൻ സൈഡിൽ കാണിക്കുന്നില്ല. കാരണം ഇതിന്റെ ഒരുപാട് ക്ലിപ്പുകളും അല്ലാതെ ഫുള്ളായിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളും എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം കണ്ടതാണ്. അതുകൊണ്ട് ക്ലിപ്പുകളും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പുള്ളി ആ സ്റ്റേജിൽ കിടന്ന് കാണിച്ച പരാക്രമവും പരിപാടികളും ഒന്നും കാണിക്കുന്നില്ല. പുള്ളിക്ക് കുറച്ചിലായി പോയി. മമ്മൂക്കിയാണെങ്കിൽ എഴുന്നേറ്റ് പോവുകയും ചെയ്ത്. പുള്ളി നോക്കിയപ്പോ ആസിഫ് അലി തീരെ കുറഞ്ഞ നടനാണെന്നാണ് പുള്ളി വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട് ആസിഫ് അലി അത്ര കുറഞ്ഞ ആളല്ല എന്ന്. ഇപ്പോ കേരളത്തിലെ ജനങ്ങള് ഒന്നടങ്കം, സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആസിഫ് അലിയുടെ കൂടെ നിൽക്കുമ്പോൾ ഇപ്പൊ പുള്ളിക്ക് തോന്നുന്നുണ്ട് ജയരാജിനെ വിളിക്കണ്ടായിരുന്നു, ജയരാജിനെക്കാളും ഭേദം ആസിഫ് അലി തന്നെ ആയിരുന്നു എന്ന് പുള്ളിക്ക് തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ജയരാജിനെയാണ് പുള്ളി ഇതുപോലെ അപമാനിച്ച് വിട്ടിരുന്നതെങ്കിൽ ഇത്രയും ആളുകളും ഇത്രയും ഗ്രൗണ്ട് സപ്പോർട്ടും ഒന്നും ഈ ജയരാജിന് കിട്ടില്ലായിരുന്നു. അതാണ് ആസിഫ് അലി എന്ന് പറയുന്ന അതുല്യ കലാകാരന്റെ, ആസിഫ് അലി എന്ന് പറയുന്ന ആളുടെ വ്യക്തിത്വം. ഇപ്പോ ഏകദേശം ഇയാൾക്ക് മനസ്സിലായി കാണും, രമേശ് നാരായണൻ എന്ന് പറയുന്ന ഇയാൾക്ക് മനസ്സിലായി കാണും, എന്നെ ആരും അറിയില്ല, നാണക്കേടായി. മൊത്തത്തില് സപ്പോർട്ട് കൂടുതലും ആസിഫ് അലിക്കാണ്. ഇനി ആസിഫ് അലിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും പുള്ളി ഇത് തന്നെ കാണിക്കും. കാരണം പുള്ളിക്ക് കുറച്ചിലായി പോയി. പുള്ളി എന്നിട്ട് അവിടെ നോക്കിയിട്ട് ആകെ കണ്ടത് കുറച്ച് പ്രമുഖനായിട്ടുള്ള, അല്ലെങ്കിൽ പുള്ളിയുടെ സ്റ്റാറ്റസിനും നിലയ്ക്കും വിലയ്ക്കും പറ്റിയതായിട്ടുള്ള പുള്ളി ആകെ കണ്ടത് ജയരാജിനെയാണ്. അയാളാണെങ്കിൽ ഇതിനേക്കാളും മൂള. ഒരാളൊരു മൊമെന്റോ കൊടുത്തു, കൈമാറി അയാളോടെ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് അത് വീണ്ടും മറ്റൊരാളുടെ കൊണ്ടേ കൊടുത്തിട്ട് അതെനിക്കിതാ എന്ന് പറയുകയാണ്. അപ്പൊ ഇയാൾ കൊടുക്കാൻ നിൽക്കുകയാണ് ജയരാജ്. അപ്പൊ ജയരാജും കണ്ടില്ലേ ആസിഫ് അലി തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ആ വീഡിയോ കാണാൻ നമ്മളെല്ലാം കാണുന്നുണ്ട്. ആസിഫ് അലി തൊട്ട് ഫ്രണ്ടിൽ കസേര ഇരിക്കുന്നത്. ആ സ്റ്റേജിൽ തൊട്ടടുത്ത് നിന്ന ഇവർ രണ്ടുപേരും കണ്ടില്ല. ജയരാജും കണ്ടില്ല. രമേശ് നാരായണൻ പറയുന്നത് പോയിന്നാ പറഞ്ഞത്, എന്തോ രാജ്യം വിട്ടു പോയതുപോലെ പുള്ളി പറയുന്നത്. അവിടുന്ന് അപ്പൊ തന്നെ ഓടിക്കളഞ്ഞെന്ന്. ഈ ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തി യാതൊരു ദേഷ്യഭാവം ഒന്നുമില്ലാതെ ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഇരിക്കുന്ന സമയത്തുള്ള അയാളുടെ ഈ ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തിയുടെ ആ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ആ മാനസികാവസ്ഥയ്ക്കാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആസിഫ് അലിയുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് കാര്യം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സമ്മാനം കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പറഞ്ഞത്. അപ്പൊ ഈ കമ്മിറ്റി, കോർഡിനേഷൻ കമ്മിറ്റി, അപ്പൊ ഇതുപോലെ പ്രോഗ്രാമുകൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ, കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അറിയാവുന്ന ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ആങ്കറായിട്ട് നിർത്തുമ്പോൾ കുറച്ചെങ്കിലും ബുദ്ധിയും ബോധവും വിവരവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗസ്റ്റിന്റെ പേര് പോലും അറിയില്ല. വായി തോന്നിയ പേര് വിളിച്ചിട്ടാണ് ഗസ്റ്റിനെ സ്റ്റേജിലേക്ക് വരുത്തുന്നത്. ആൾക്ക് ഇഷ്ടമുള്ള പേരാ വിളിക്കുന്നത്. അറിയില്ലെങ്കിൽ വിളിക്കരുത്. കമ്മിറ്റിക്കാർക്കുണ്ടല്ലോ അവിടെ, ഇതിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയും എല്ലാം അവിടെ ഉണ്ട്. ഈ വ്യക്തിയുടെ പേരെന്താണ്? ഈ പേര് പുള്ളിനെ തെറ്റിച്ച് വിളിച്ചിട്ടും പുള്ളിക്ക് കുഴപ്പമില്ല. പുള്ളി ഇന്റർവ്യൂവിൽ പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞു, ചാനലുകാരോട് പുള്ളി വ്യക്തമായിട്ട് പുള്ളി ചിരിച്ചുകൊണ്ടാ പറയുന്നത്. എന്റെ പേര് വിളിച്ചത് തന്നെ, ആങ്കർ വിളിച്ചത് സന്തോഷ് മാധവൻ എന്നൊക്കെ പുള്ളി ഭയങ്കര ചിരി. അതിൽ പുള്ളിക്ക് കുഴപ്പമില്ല.
പുള്ളിക്ക് ആസിഫ് അലി ഗിഫ്റ്റ് കൊടുത്ത് മൊമെന്റ് കൊടുത്താ പുള്ളിക്ക് ക്ഷീണമായി പോയത്. പുള്ളിയുടെ പേര്, സ്വന്തം പേര്. ഇനി പുള്ളിനെ വിളിച്ച് സന്തോഷ് നാരായണൻ എന്നാണ്, ഇനി സന്തോഷ് മാധവൻ എന്നാണെങ്കിൽ പുള്ളിക്ക് കുഴപ്പം. തന്തയുടെ പേര് തെറ്റിച്ച് വിളിച്ചാലും പുള്ളിക്ക് കുഴപ്പമുണ്ടായില്ല. പുള്ളി ചിരിച്ചോണ്ടിരിക്കുകയാണ്. വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. പുള്ളി ചിരിച്ചോണ്ടാ പറഞ്ഞു. പുള്ളി ഭയങ്കര ചിരി, തലയൊക്കെ കൊമ്പിട്ട് ഭയങ്കര ചിരി. എന്റെ പേര് തെറ്റിച്ചാണ് വിളിച്ചത്, എന്റെ പേര് പോലും അറിയില്ല എന്നുള്ളത്. അങ്ങാടി തോട്ടേന് അമ്മയോട്. അതിന് പുള്ളി നെഞ്ചത്തോട്ട് കയറുന്നത് ആസിഫ് അലിയുടെ നെഞ്ചത്തോട്ട്. എന്നാൽ ഇപ്പൊ പുള്ളിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ആസിഫ് അലിക്ക് കേരളത്തിലുള്ള നിലയും വിലയും, ആളുകൾക്ക് ആസിഫ് അലിയോടുള്ള സ്നേഹവും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഇനിയെങ്കിലും എന്റെ പൊന്ന് നാരായണൻ ചേട്ടാ, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പെരുമാറുക. അല്ലെങ്കിൽ നിങ്ങൾ നാട് നീളം നടന്ന് ഒരു സർവേ നടത്തുക. കേരളത്തിലുള്ള ആൾക്കാർ എങ്ങനെയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത്, അവരുടെ മനോഭാവം എന്താണ്, ആരെയാണ് അംഗീകരിക്കുന്നത്. ഇയാള് സംഗീത സംവിധായകനാണ് എന്നുള്ള കാര്യം കേരളത്തിലെ ഒരു 90% ആൾക്കാർക്ക് അറിയാൻ പാടില്ല. അത് വേറെ കാര്യം. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. TV ചാനലുകളിൽ സംഗീത പരിപാടിയിൽ ജഡ്ജസ് ആയിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ആസിഫ് അലി അങ്ങനെയല്ല. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ ഇനിയെങ്കിലും പൊതുവേദികളിൽ മാന്യതയും സഭ്യതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആളുകളോട് പെരുമാറുക. കേരളത്തിലുള്ള ആസിഫ് അലി ഉൾപ്പെടെ നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും. ആരും ചെറുതല്ല. സംഗീത സംവിധായകനാണോ, ഒരു സിനിമാ നടനാണോ, അതും യുവതാരം, അതും അതുല്യ പ്രതിഭയായിട്ടുള്ള ഒരാള്. ആർക്കാണ് കേരളത്തിലെ ജനങ്ങള് വില കൊടുക്കുന്നതെന്നും ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും താങ്കൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ, മിസ്റ്റർ രമേശ് നാരായണൻ. അപ്പൊ താങ്കൾക്ക് ഇനിയെങ്കിലും ദൈവം നല്ല ബുദ്ധി തരട്ടെ. ഇനി മറ്റൊരാളോട് ഇതുപോലെ പെരുമാറാൻ ഇടയാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.